ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്ഷി കിച്ചൺ. ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക വെച്ചിട്ട് മസാല റോസ്റ്റ് തയ്യാറാക്കാം. ഇത് ചപ്പാത്തിക്കൊപ്പവും ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടും ഒക്കെ നല്ലതാണ്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കി വരാം. വെണ്ടയ്ക്ക മസാല തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 200 ഗ്രാം വെണ്ടയ്ക്ക മീഡിയം സൈസിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി ഇതിലെ വെള്ളമെല്ലാം തുടച്ച് മാറ്റിയതിന് ശേഷമാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. വെണ്ടയ്ക്ക വെള്ളത്തോടെ കട്ട് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ വഴുവഴുപ്പ് കൂടും. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വെണ്ടയ്ക്ക വഴറ്റാനായിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാൻ. ഈ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊക്കെ പോയിട്ടൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടണം. ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം വെണ്ടയ്ക്കയൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്തു മാറ്റാം. ഇനി വേണ്ടത് സവാളയാണ്. ഒരു വലിയ സവാള 4ആയിട്ട് കട്ട് ചെയ്തിട്ട് അത് അടർത്തിയെടുത്തതാണിത്. ഇനി ഈ സവാള സെയിം പാനിലോട്ട് തന്നെ ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റാം. ഈ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതിയേ. അപ്പോൾ നമ്മുടെ സവാളയും സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതും നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിന് വേണ്ട മസാല തയ്യാറാക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ സവാള അതിനും കൂടി ഇനി ചേർക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ സവാള വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർക്കാം. ഇപ്പം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്താലും മതി. അപ്പോൾ അത് സവാള വഴറ്റുന്ന ആ സമയത്ത് തന്നെ ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. ഇതെല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഇളക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് 2 തക്കാളി അരച്ചതും കൂടി ചേർക്കാം. ഇനി ഈ തക്കാളിയിലെ വെള്ളമെല്ലാം വറ്റി നല്ലോണം ഒന്ന് ഫ്രൈ ആയിട്ട് വരണേ. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും സവാളയും ഇല്ലേ, അത് ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഈ മസാല വെണ്ടയ്ക്കയും നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. 5 മിനിറ്റ് ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. നമ്മുടെ വെണ്ടയ്ക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. ഇതെല്ലാവർക്കും ഇഷ്ടമാകും. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നല്ലൊരു സൈഡ് ഡിഷാണ്. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി കാണാം.